ഇറ്റ്സ് മീ ലിനോസ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ നമ്മുടെ മൂന്നാറിലെ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഫ്രണ്ട് വരും നമ്മളെ ഒരു ജീപ്പ് സവാരിക്കായിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു. തോമസ് എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ നിക്ക് നെയിം അപ്പു എന്നാണ്. അപ്പോൾ രാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് ഞങ്ങളെ പിക്ക് ചെയ്തു. കാറ് ഞങ്ങൾ ഹോട്ടലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര ഒരു ഓഫ് റോഡ് ജീപ്പ് സവാരിയാണ്. ഇവിടുന്ന് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്കും പോകുന്നുണ്ട് കേട്ടോ. അത് എവിടെയാണെന്ന് ഞാൻ വഴിയേ പറയാം. ഈ ജീപ്പിൽ ഇങ്ങനെ പോകുമ്പോഴേ പഴയ കുറച്ച് ഓർമ്മകളൊക്കെ ഇങ്ങനെ ഓർത്തു പോവാണ്. എൻ്റെ മമ്മി ഒരു പ്രവാസിയായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് മമ്മി ആദ്യമായിട്ട് പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കുന്നത്. അന്നൊന്നും ഇതുപോലെ മൊബൈലോ വാട്സപ്പോ ഒന്നും ഇല്ലല്ലോ. വല്ലപ്പോഴും വരുന്ന ലെറ്ററുകളാണ് കേട്ടോ. മാസത്തിലൊരിക്കലും ഒരു ലെറ്റർ വരും. അതിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. 2 വർഷം കൂടുമ്പോഴാണ് മമ്മി നാട്ടിൽ വരുന്നത്. അന്നൊക്കെ നാട്ടിൽ ഗൾഫിൽ നിന്ന് ഒരാൾ വരുമ്പം അവരെ വിളിക്കാൻ പോകുന്നതൊക്കെ ഭയങ്കര ആഘോഷമായിട്ടാണ് കേട്ടോ. നമ്മൾ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ജീപ്പൊക്കെ വിളിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എല്ലാ പ്രാവശ്യവും മമ്മി വരുന്നത് രാവിലെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വെളുപ്പിന് ഒരു 3:30-4 മണിയാകുമ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ജീപ്പൊക്കെ ആയിട്ട് പോകും. വല്യപ്പച്ചനെ, വല്യമ്മച്ചി, ഞാൻ, ചേച്ചി, പിന്നെ മമ്മിയുടെ ഫാദർ, പിന്നെ ചിലപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ കാണും. ആനെ പിടിച്ചില്ലല്ലേ? പോയാൽ കാണാൻ പറ്റുമോ? തുബ്ബിയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ജീപ്പിൽ യാത്ര ചെയ്യുന്നത്. എനിക്കിപ്പോൾ ഇങ്ങനെ ജീപ്പിലൊക്കെ പോയപ്പോഴേ ആ പഴയ ഓർമ്മകളൊക്കെ എൻ്റെ ഇങ്ങനെ മനസ്സിലേക്ക് വരികയായിരുന്നു. അതുപോലെ തന്നെ പണ്ടൊക്കെ കല്യാണങ്ങൾക്ക് കൂടുതലും ജീപ്പായിരുന്നല്ലോ അല്ലേ. അപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ചും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അരിക്കൊമ്പൻ്റെ കഥയൊക്കെ കേൾക്കാൻ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഹിന്ദി യൂസ് ചെയ്യും. മാത്രമേ ഉള്ളൂ അല്ലേ? പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഹിന്ദി. അതങ്ങനെ ശീലിച്ചു പോയി നമ്മള് പണ്ട് പോലെ അങ്ങനെ പറഞ്ഞേ. അതുകൊണ്ടാ ഞങ്ങളും മലയാളത്തിൽ പറയും. പക്ഷെ ഇവരോട് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ് ചിലപ്പോൾ ഇവർക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ഇതിനകത്ത് എങ്ങനെ കാറിൽ പോകുമായിരുന്നു? നമ്മള് കാറിൽ പോകാൻ വേറെ സ്ഥലം പ്ലാൻ ചെയ്തു. ഓഫ് റോഡ് സവാരി കഴിഞ്ഞ് ഞങ്ങൾ മെയിൻ റോഡിലെത്തി. ഞങ്ങളിപ്പം പോകുന്നത് റിപ്പിൾ വാട്ടർഫോൾസിലേക്കാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഓഫ് റോഡ് യാത്ര. അവിടെ സ്പോട്ടിലെത്തി. റിപ്പിൾ വാട്ടർഫാൾസ് കാണുന്നതിന് മുന്നായിട്ട് തന്നെ ഒരു റിവർ വാലി അഡ്വഞ്ചർ ഉണ്ട്. അതിൽ പെടുന്നതാണ് സിപ്പ് ലൈന്. എനിക്ക് നേരത്തെ സിപ്പ് ലൈൻ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. അവരൊക്കെ ആദ്യമായിട്ടാണ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അമ്മുവും ചേച്ചിയും ആദ്യം തന്നെ പിന്മാറി. അവർക്ക് പേടിയാണ്, അവർ സിപ്പ് ലൈൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു.
സിപ്പ് ലൈന് പെർ ഹെഡ് 500 രൂപയായിരുന്നു. ഞാനും ഭാവിച്ചാനും ജിയോയും സിപ്പ് ലൈൻ പോകാനായിട്ട് റെഡിയായി. ले सकता है, पूछा मैंने. ഫ്രണ്ടിൽ 2 പേര് പോയി അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമേ നമ്മളെ ഇവിടുന്ന് അങ്ങോട്ട് അവർ വിടത്തുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നൽകും. നമ്മുടെ വെയിറ്റ് നോക്കി നമുക്ക് ബെൽറ്റൊക്കെ ധരിപ്പിച്ച് ഹെൽമെറ്റൊക്കെ ധരിപ്പിച്ച് നമ്മളെ റെഡിയാക്കി നിർത്തും. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. ഞങ്ങളങ്ങനെ വൺ സൈഡ് എത്തി. ഈ റിവറിന് മുകളിലൂടെയുള്ള സിപ്പ് ലൈൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തിരിച്ചിനി ഞങ്ങളെ അങ്ങോട്ട് വിടുന്നതിനായിട്ട് മറ്റൊരു റോപ്പിലൂടെയാണ് വിടുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് മുകളിലേക്ക് കയറി ചെല്ലാൻ പറഞ്ഞു. ഞാൻ കരുതി 2-3 സ്റ്റെപ്പ് കയറി മുകളിലോട്ട് കയറുന്ന കാര്യമായിരിക്കുന്നു. പക്ഷേ ഇതൊരു 1.5 മുകളിലേക്ക് കയറൊക്കെ ആയിരുന്നു. കുറേ അങ്ങ് കയറി ചെല്ലേണ്ടതായിട്ടുണ്ടായിരുന്നു. So loud as the hours pass, we're gonna do it all again. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be. We're gonna be two hearts running wild. The moonlight, summer sky, it was the best we ever had. And we'll stay young forever. We'll never have regrets. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. We're gonna be. We're gonna be two hearts running wild. ഞങ്ങളുടെ പുറകെ തന്നെ ജിയോയും എത്തി. ഇനി ഞങ്ങൾ വാട്ടർഫോൾ കാണാനായിട്ട് പോവുകയാണ്. അതിന് വേറെ ടിക്കറ്റ് കൗണ്ടറാണ്. അവിടെ നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കണം. അമ്മൂസ് ഇവിടെ മുതൽ ഫുൾ അലമ്പായിരുന്നു. സിപ്പ് ലൈൻ ചെയ്യാത്തത് കൊണ്ട് അവൾക്ക് ഫിഷ് സ്പാ ചെയ്യാൻ പൈസ കൊടുക്കണമെന്നും പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ പിണങ്ങിയാണ് നടക്കുന്നത്. ഒരു ഫോട്ടോസ് എടുക്കാൻ പോലും വിളിച്ചിട്ട് അവൾ നിന്നില്ല. मम्मी पुष्पा करते हैं ना, ये अलग है. अच्छा
5. അതിനുള്ളിൽ തന്നെ കുറേ കച്ചവടശാലകളുണ്ടായിരുന്നു. ഞാൻ കുറേയൊക്കെ നോക്കി അതിലേക്ക് നടന്നു. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കാപ്പേ എവിടെ ഇടുന്നേ? ഹോളിൽ. എല്ലാം സെയിം ആയിരിക്കും. അതിൻ്റെ എഡ്ജിൽ പൊട്ടിയതായിരിക്കും. പൊട്ടിയതാണോ? ഇതൊക്കെ ഈ ചെറുതാവശ്യം ഇതും അങ്ങനെയൊക്കെ തന്നെ പൊട്ടിയതൊക്കെ ജസ്റ്റ് തൊട്ട് തുടക്കി. എന്നാ പോലെ ഓക്കെ ഇത് പൊട്ടിട്ടൊന്നും അല്ലല്ലോ. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പൈസ കൊടുക്കും. 250 100 എത്ര 180. 430. ഇതുണ്ടോ ഗൂഗിൾ? പിടിച്ചു വെക്കാം. ഓക്കെ. വലിയ കവറില്ലായിരുന്നു. അതിൻ്റെ ജീപ്പ് വെച്ചിട്ട് കാറ് വണ്ടി വെക്കാൻ ഓർക്കണം. അവരെവിടെ ഒന്നും കാണുന്നില്ല. ഞങ്ങൾ ഈ കടകളിലൊക്കെ കയറി ഇറങ്ങി എന്നെ ചെന്നപ്പോഴത്തേനും അവരങ്ങ് എത്തിയെന്നാണ് തോന്നുന്നത്. അതിന്റെ കൂടെ കുഴപ്പമുള്ളായിരുന്നു. അതെന്തോ അവിടെ ഉള്ള 3 ഉള്ളൂ. ഈ ജോലി കൂടുതൽ വരുന്നു എന്നുള്ളതാണ് എനിക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക്. ഇതല്ല വെളിയിൽ ഇതെന്തുവാ ഇത്? നിനക്ക് എന്താ വേണ്ടേ? മടി അവരുടെ ആറ്റിപ്പോയി മീൻ കൊത്തിയില്ലേ? അത് എന്നാ സെയിം. അത് മേടിച്ചു തരാം. ചുമ്മാ അനാവശ്യമായിട്ട് പൈസ കളയുന്നില്ല. ഇത് അനാവശ്യമല്ല. ഇറങ്ങ. നിനക്ക് കരിക്കും വെള്ളം വേണോ? വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. So loud as the hours pass, we're gonna do it all again.
ഞങ്ങൾ വന്ന സമയം ചൂടുകാലമായിരുന്നു, അതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറവായിരുന്നു. എങ്കിൽ പോലും ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റി. ഇതൊക്കെയാണ് റിപ്പിൾ വാട്ടർഫാൾസിലെ കാഴ്ചകളും വിശേഷങ്ങളും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ എൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല, യാത്ര തുടരുക തന്നെ ചെയ്യും. പുതിയ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.